ഹലോ കൂട്ടുകാരെ, അപ്പോൾ 2025 അവസാനത്തെ കെട്ടുനിറയാട്ടോ ഒന്ന്. അതാണ്ട് മുല്ലപ്പന്തൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്വാമിമാർ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ വെച്ചിട്ടാട്ടോ ഒന്ന് കെട്ടുനിറ, അതായത് ഞങ്ങളുടെ അമ്പലത്തിലാണ് കേട്ടോ. ഇവിടുത്തെ ഗുരുസ്വാമി എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ എല്ലാ കൊല്ലം മലയ്ക്ക് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ റിലേറ്റീവ്സൊക്കെ മരിച്ചുകൊണ്ട് അച്ഛന് 2 കൊല്ലമായിട്ട് മലയ്ക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ 10-16ഓളം സ്വാമിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വേറെ സ്ഥലത്ത് കെട്ടുനിറച്ചിട്ട് നമ്മുടെ അമ്പലത്തിലേക്ക് വന്നതാണ്. ഒരു 9:30 സമയത്തിന് കെട്ടുനിറയൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. 10-16 സ്വാമിമാരുള്ളതുകൊണ്ട് നല്ല സമയമാകും കേട്ടോ. 1 മണി കഴിഞ്ഞു കേട്ടോ കെട്ടുനിറയൊക്കെ കഴിഞ്ഞപ്പോൾ. ഇതാണ്ടോ, അപ്പോൾ അച്ഛമ്മേൻ്റെ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ മാല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അനിയത്തിമാരും കൂടി ആട്ടോ കെട്ടുനിറയ്ക്കൊക്കെ പോയത്. അമ്മയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ലേ. ഇത് എൻ്റെ അച്ഛമ്മയാട്ടോ, ഈ പൂവൊക്കെ ഇടുന്നത് എൻ്റെ അച്ഛമ്മയാണേ, അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ധാവണി കൊടുത്തതാണ്. അപ്പോൾ രസം ഉണ്ടെങ്കിൽ ആരും ഒന്ന് കമൻറ്റ് അടിക്കണം. ഞാൻ ഇതുവരെ ഒരു ധാവണി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. സാരി കൊടുക്കാറുണ്ട്, ധാവണി കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ ധാവണിയാണ്. അപ്പോൾ കെട്ടുനിറ പകുതിയോളം കഴിഞ്ഞു കേട്ടോ. ശരണമയ്യപ്പ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ 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 അയ്യപ്പോ സ്വാമിയേ 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 അയ്യപ്പോ. കെട്ടുനിറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സ്വാമിമാരെല്ലാവരും നാളികേരമൊക്കെ ഇങ്ങനെ ഉടച്ചിട്ട് എല്ലാവരും വണ്ടിയിൽ കയറിയിട്ട്, അപ്പോൾ ചെറിയ സ്വാമിമാരെയൊക്കെ നിറയുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് വണ്ടി ഇങ്ങനെ പൂജ ചെയ്യുക, അതായത് അയ്യപ്പൻ്റെ ഫോട്ടോയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ പൂമാലയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പൂജ ചെയ്യാറുണ്ട്. അപ്പോൾ അച്ഛൻ തന്നെ കേട്ടോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വണ്ടി അവിടം വരെ എത്തേണ്ടതില്ല, അപ്പോൾ നല്ല രീതിക്ക് അവിടം വരെ മുന്നോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു നാളികേരം കാര്യങ്ങളൊക്കെ ഉടക്കി വിട്ടു. അപ്പോൾ നന്നായിട്ട് സ്വാമിമാരെല്ലാവരും ദർശനമൊക്കെ കണ്ട് തിരിച്ച് മടങ്ങട്ടെ എന്നൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ അച്ഛനൊക്കെ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ണിക്കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം വരാറുണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചൂരൽ കാര്യങ്ങളൊക്കെ ആയിട്ടാട്ടോ പോവുക. അപ്പോൾ സ്വാമിമാരെല്ലാവരും നല്ല രീതിക്ക് ദർശനമൊക്കെ കണ്ട് തിരിച്ച് മടങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.